സംബന്ധിച്ചിടത്തോളവും ഏപ്രിലിൽ കോഴിക്കോട് ജില്ലയിലുള്ള 13 സീറ്റുകളുടെ ഫലങ്ങൾ ഏറെ നിർണായകമായിരിക്കും. വടകര, കുറ്റ്യാടി, നാദാപുരം, കൊയിലാണ്ടി, പേരാമ്പ്ര, ബാലുശ്ശേരി, ഏലത്തൂർ, കോഴിക്കോട് നോർത്ത്, കോഴിക്കോട് സൗത്ത്, കുന്നമംഗലം, കൊടുവള്ളി, തിരുവമ്പാടി എന്നിവയാണ് ഈ ജില്ലയിലുള്ള അസംബ്ലി സീറ്റുകൾ. 2021 CPMന്റെ നേതൃത്വത്തിലുള്ള LDF തങ്ങളുടെ ജൈത്രയാത്ര തുടരുമ്പോൾ കോഴിക്കോട് അവരോടൊപ്പം ചേർന്നു നിന്നു എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. വടകര, കൊടുവള്ളി സീറ്റുകൾ ഒഴിച്ച് ജില്ലയിലെ 11 സീറ്റുകളും ഇടതുമുന്നണിക്കൊപ്പമാണ് നിന്നത്. 2026 UDF നയിക്കുന്ന കോൺഗ്രസിന് ഇവിടെ ഒരു അഭിമാന പോരാട്ടമായിരിക്കും. ഏറെ നാളായി തങ്ങളുടെ പാർട്ടിയിൽ നിന്നും ഒരു MLA പോലും കോഴിക്കോട് ജില്ലയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടാൻ സാധിച്ചിട്ടില്ല എന്ന ചീത്തപ്പേര് തുടച്ചു മാറ്റുവാനായിരിക്കും കോൺഗ്രസ് ഏറെ ശ്രദ്ധ വയ്ക്കുന്നത്. പല കാരണങ്ങളാൽ UDFന് അനുകൂലമായൊരു ഘടകം ഈ ജില്ലയിൽ ഇപ്പോൾ നിലവിലുണ്ട്. അതിൽ പ്രാധാന്യമുള്ളത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ സ്ഥാനാർത്ഥികളായ ഷാഫി പറമ്പിലും MK രാഘവനും വടകര, കോഴിക്കോട് സീറ്റുകളിൽ നേടിയ മിന്നുന്ന ജയങ്ങളാണ്. ഇരുവരും അക്ഷരാർത്ഥത്തിൽ ഒരു തരംഗം തന്നെ സൃഷ്ടിച്ചുകൊണ്ടാണ് അവർക്കെതിരെ നിന്ന പ്രബലരായ എതിരാളികളെ തറപറ്റിച്ചത്. ഇതിനു പുറമെ ഇക്കഴിഞ്ഞ ഡിസംബറിൽ നടന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും UDF മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഇതിന്റെ ആത്മവിശ്വാസത്തിലായിരിക്കാം കോഴിക്കോട് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് K പ്രവീൺ കുമാർ ഇക്കഴിഞ്ഞ ദിവസം തങ്ങൾ നോട്ടം വെച്ചിട്ടുള്ളത് ചില്ലറ സീറ്റുകളല്ലെന്നും ജില്ലയിലെ 13 മണ്ഡലങ്ങളാണെന്നും പറഞ്ഞത്. LDFനെ സംബന്ധിച്ചിടത്തോളം ഒരു തുടർഭരണം നേടണമെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ 2021 പ്രകടനം അതേ രീതിയിലെങ്കിലും നിലനിർത്തേണ്ടത് ഒരു അനിവാര്യ ഘടകമാണ്. നമുക്കപ്പോൾ വടകര അസംബ്ലി മണ്ഡലത്തിൽ നിന്ന് നമ്മുടെ ഇന്നത്തെ ജൈത്രയാത്ര തുടങ്ങാം. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഏവർക്കും അറിയുന്നത് പോലെ ഇവിടെ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടത് UDF സ്വതന്ത്രയായി മത്സരിച്ച RMP നേതാവായ KK രമയാണ്. തന്റെ ഭർത്താവ് TP ചന്ദ്രശേഖരനെ നിഷ്ഠൂരമായി വധിച്ച CPMനെതിരെയുള്ള ഒരു മികച്ച പകപോക്കലായിരുന്നു രമ നേടിയെടുത്തത്. 7411 വോട്ടുകൾക്കാണ് രമ CPMലെ മനയത്ത് ചന്ദ്രനെ തോൽപ്പിച്ചത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ KK ശൈലജയുമായി ഏറ്റുമുട്ടിയപ്പോൾ ഷാഫി പറമ്പലിന്റെ വടകരയിൽ നിന്നുള്ള ലീഡ് 10 മടങ്ങ് വർദ്ധിക്കുകയും ചെയ്തു. 22,082 വോട്ടുകളോടുകൂടിയാണ് ഏവരെയും അമ്പരപ്പിച്ചുകൊണ്ട് ഷാഫി മുന്നിലെത്തിയത്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ കണക്ക് പരിശോധിക്കുമ്പോഴും UDFനാണ് ഇവിടെ മുൻതൂക്കം ലഭിച്ചിട്ടുള്ളത് 7,994 വോട്ടുകൾക്ക്. കുറ്റ്യാടിയിലാകട്ടെ വളരെ ചെറിയൊരു മാർജിനിലൂടെയാണ് CPMലെ KP കുഞ്ഞഹമ്മദ് കുട്ടി മാസ്റ്റർ മുസ്ലിം ലീഗിലെ പാറയ്ക്കൽ അബ്ദുള്ളയെ 2021 പിന്തള്ളിയത്. ഇതിലൊരു മാറ്റം 2024 ഷാഫി പറമ്പിൽ UDFന് അനുകൂലമായി ഇവിടെ നേടിയെടുത്തിരുന്നു. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും UDF ഒരിക്കൽ കൂടി തങ്ങളുടെ ശക്തി ഇവിടെ തെളിയിച്ചതാണ് നമ്മൾ കണ്ടത്. 4,558 വോട്ടുകളുടെ ലീഡോടുകൂടിയാണ് കുറ്റ്യാടിയിൽ UDF തിളങ്ങിയത്. ഈ രണ്ട് ഫലങ്ങളുടെയും പിൻബലത്തിലാകും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണി ഇവിടെ ഏപ്രിലിൽ രംഗത്തിറങ്ങുക. കാലാകാലങ്ങളായി CPI നിലനിർത്തിയിട്ടുള്ള ഒരു മണ്ഡലമാണ് നാദാപുരം. ഇവിടെ നിന്നും 2021 4000-ൽ പരം വോട്ടുകൾക്ക് വിജയിച്ചത് EK വിജയനാണ്. ഇവിടെ 2024 ഷാഫി പറമ്പലിന് മികച്ച ലീഡാണ് നേടാൻ സാധിച്ചത്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലാകട്ടെ ഷാഫി നേടിയ ലീഡിനൊപ്പം എത്തിച്ചേരാൻ സാധിച്ചില്ല എങ്കിൽ കൂടി UDF തന്നെയാണ് 5365 വോട്ടുകളുടെ ലീഡോടുകൂടി മുന്നിട്ട് നിന്നത്. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കൊയിലാണ്ടി LDFനോടൊപ്പമാണ് നിന്നത്. ഈ അടുത്ത് നിര്യാതയായ കണത്തിൽ ജമീലയാണ് ഇവിടെ നിന്ന് വിജയം കൈവരിച്ചത്. എന്നാൽ അത് അപ്രസക്തമാക്കിയാണ് ഷാഫി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നിലെത്തിയത്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും കൊയിലാണ്ടിയിൽ 3924 വോട്ടുകളുടെ ലീഡോടുകൂടി UDF തന്നെയാണ് മുന്നിലെത്തിച്ചേർന്നത്. ഈ നിലവിലുള്ള മുൻതൂക്കം നിലനിർത്തുവാനായിരിക്കും UDF ഏപ്രിലിൽ ശ്രമിക്കുന്നത്. നിലവിലുള്ള LDF കൺവീനറായ TP രാമകൃഷ്ണനാണ് പേരാമ്പ്രയിൽ നിന്നുള്ള ഇപ്പോഴത്തെ MLA. തികച്ചും ഒരു വാക്ക് ഓവർ വിജയമാണ് രാമകൃഷ്ണൻ 2021 നേടിയത്. നേരത്തെ നോക്കിക്കണ്ട മണ്ഡലങ്ങളെ പോലെ 2024 പൊതുതെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ 20,000-ൽ പരം വോട്ടുകൾക്കാണ് ഇവിടെ മുന്നിലെത്തിയത്. പഞ്ചായത്ത് തലത്തിലുള്ള തെരഞ്ഞെടുപ്പിലും UDF പേരാമ്പ്രയിൽ തിളക്കമാർന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത്. അവസാന കണക്കനുസരിച്ച് ഇവിടെ ഇടതുമുന്നണിയേക്കാൾ 10,923 വോട്ടുകളാണ് UDFന് അധികം നേടാനായത്. അവസാന 2 തിരഞ്ഞെടുപ്പുകളുടെ ഫലങ്ങൾ ഒരു സൂചികയാണെങ്കിൽ ഇവിടെയും ഏപ്രിലിൽ UDF തന്നെയാകും മുൻതൂക്കം. സംവരണ മണ്ഡലമായ ബാലുശ്ശേരിയാകട്ടെ KM സച്ചിൻ ദേവിലൂടെ CPM ആണ് 2021 നേടിയത്. എന്നാൽ ഈ ചെറുപ്പക്കാരൻ നേടിയ 17,000-ൽ പരം വോട്ടുകളുടെ ലീഡ് നിഷ്പ്രഭമാക്കിയാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ MK രാഘവൻ മുന്നിലെത്തിയത്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും 12,408 വോട്ടുകളുടെ ലീഡാണ് UDF നേടിയെടുത്തത്.
തിരുവനന്തപുരത്തെ KSRTC ഡ്രൈവർ യദുവുമായിട്ട് ഉയർന്നു വന്ന വിവാദം ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ സച്ചിൻ ദേവിന് പകരം മറ്റൊരു സ്ഥാനാർത്ഥിയാകും ഏപ്രിലിൽ LDF പരീക്ഷിക്കുക. നിലവിലുള്ള കണക്കുകൾ പരിശോധിച്ചാൽ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഒരു ബലാബലം നിർണയിക്കുന്ന മത്സരം തന്നെയാകും നടക്കുക. നിലവിലെ വനം വകുപ്പ് മന്ത്രിയായ AK ശശീന്ദ്രന് മിന്നും വിജയമാണ് ഏലത്തൂർക്കാർ 2021 സമ്മാനിച്ചത്. കഴിഞ്ഞ ഏറെ നാളായി വന്യമൃഗ ആക്രമണത്തിൽ നിന്ന് പൊറുതിമുട്ടിയിരിക്കുന്ന കേരളീയരെ സംബന്ധിച്ച് ഏപ്രിലിൽ ഏലത്തൂർ എങ്ങനെ വിധിയെഴുതും എന്നുള്ളത് വളരെ ആകാംക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. 2024 കോൺഗ്രസിന്റെ MK രാഘവനാണ് ഇവിടെ നിന്ന് മുന്നിലെത്തിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF ലീഡ് നേടിയ 3 മണ്ഡലങ്ങളിൽ ഒന്നായിരുന്നു ഏലത്തൂർ. 2021 മാണി സി കാപ്പന്റെ കേരള ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്നുള്ള TP ജയചന്ദ്രൻ മാസ്റ്ററായിരുന്നു ശശീന്ദ്രന്റെ എതിരാളി. ഈ സീറ്റ് ഇത്തവണ കോൺഗ്രസ് ഏറ്റെടുക്കുവാനാണ് സാധ്യത. CPM-ന് ഏറെ വേരോട്ടമുള്ള ഒരു മണ്ഡലമാണ് ഏലത്തൂർ. എങ്കിലും ശശീന്ദ്രൻ ഇവിടെ നിന്നും വീണ്ടും മത്സരിക്കാൻ തയ്യാറായാൽ അത് LDF-ന് തീരാ തലവേദന ആയിരിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. കോൺഗ്രസ് ഈ സീറ്റ് ഏറ്റെടുക്കുമ്പോൾ മുൻ കോഴിക്കോട് കൗൺസിലറായ വിദ്യാ ബാലകൃഷ്ണനാകും ഇവിടെ UDF സ്ഥാനാർത്ഥിയായി രംഗത്തുണ്ടാകുക. അങ്ങനെയെങ്കിൽ ഏലത്തൂരിൽ ഒരു പൊരിഞ്ഞ പോരാട്ടം കാണുവാനുള്ള സാധ്യതകളും ഏറെയാണ്. മുൻ കോഴിക്കോട് മേയറായ തോട്ടത്തിൽ രവീന്ദ്രനാണ് 2021 കോഴിക്കോട് നോർത്തിൽ നിന്നും വിജയം കണ്ടത്. എന്നാൽ 2024 MK രാഘവനാണ് ഇവിടെ മുന്നിലെത്തിയത്. ത്രിതല പഞ്ചായത്തിലും LDF ഒരു തിരിച്ചുവരവ് നടത്തുന്നതാണ് നമ്മൾ കണ്ടത്. 5938 വോട്ടുകളുടെ ലീഡാണ് LDF-ന് അനുകൂലമായി ഇവിടെ ലഭിച്ചത്. ഈ മണ്ഡലത്തിൽ വീണ്ടും കോൺഗ്രസിന്റെ യുവനേതാവായ KM അഭിജിത്ത് തന്നെ ആയിരിക്കുമോ സ്ഥാനാർത്ഥി എന്ന കാര്യം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട്. അങ്ങനെയെന്നാൽ CPM-ന് അനുകൂലമായി ഒട്ടേറെ ഘടകങ്ങൾ ഉണ്ടെങ്കിൽ കൂടി ഏപ്രിലിൽ ഒരു തീപാറും പോരാട്ടത്തിനാകും വഴിയൊരുങ്ങുക എന്നത് തീർച്ച. രണ്ടാം പിണറായി മന്ത്രിസഭയിൽ ആദ്യ പാതിയിൽ മന്ത്രിയായ INL-ന്റെ അഹമ്മദ് ദേവർകോവിലാണ് കോഴിക്കോട് സൗത്തിൽ നിന്നും 2021 വിജയം കണ്ടത്. മറ്റുള്ള മണ്ഡലങ്ങളിൽ എന്ന പോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ MK രാഘവനാണ് ഇവിടെയും മുന്നിട്ട് നിന്നത്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വേളയിൽ ചിത്രം വിഭിന്നമായിരുന്നില്ല. 8192 വോട്ടുകളാണ് UDF-ന് അനുകൂലമായി അന്ന് ലഭിച്ചത്. ഇവിടെയും വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഒരു അട്ടിമറിക്കുള്ള സാധ്യത ഏറെയാണ്. കേരളീയരൊട്ടാകെ ഉറ്റുനോക്കുന്ന ഒരു മത്സരത്തിന് സാക്ഷ്യം വഹിക്കാനായിരിക്കും അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ബേപ്പൂരിൽ സാധ്യത. UDF-ൽ അടുത്തിടെ അംഗത്വം നേടിയ മുൻ നിലമ്പൂർ MLA ആയ PV അൻവർ ആയിരിക്കും നിലവിലെ പൊതുമരാമത്ത് മന്ത്രിയായ PA മുഹമ്മദ് റിയാസിനെ നേരിടാൻ സാധ്യത. 2021 പല വള്ളപ്പാട് മുന്നിലെത്തിയാണ് CPM-നായി ബേപ്പൂർ അദ്ദേഹം നിലനിർത്തിയത്. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാകട്ടെ MK രാഘവൻ അജയ്യനായി മുന്നേറിയതാണ് നമ്മൾ കണ്ടത്. ത്രിതല പഞ്ചായത്തിലാകട്ടെ റിയാസ് നേടിയ 29,000-ൽ പരം വോട്ടുകളുടെ ലീഡ് 1340 ചുരുങ്ങിയതാണ് നാം കണ്ടത്. ഒരു അൻവർ റിയാസ് പോരാട്ടത്തിന്റെ അന്തിമഫലം തീർത്തും പ്രവചനാതീതമായിരിക്കും. കുന്നമംഗലത്ത് CPM-ലെ ദിനേശ് പെരുമണ്ണയാണ് ഏകപക്ഷീയമായ വിജയം 2021 നേടിയത്. എന്നാൽ പെരുമണ്ണ നേടിയ വൻ ലീഡ് കവച്ചുവച്ചാണ് MK രാഘവൻ കുന്നംകുളത്തുകാരുടെ പ്രീതി സമ്പാദിച്ചത്. ത്രിതല പഞ്ചായത്തിലും UDF-ന് അനുകൂലമായിട്ടുള്ള വിധിയെഴുത്താണ് ഉയർന്നു വന്നത്. 12,685 പേരാണ് അധികമായി UDF-ന് വേണ്ടി വോട്ട് ചെയ്തത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുന്നംകുളവും പ്രതീക്ഷിക്കുന്ന UDF സുനാമിയിൽ പെടുവാനാണ് സാധ്യത. മുസ്ലിം ലീഗിന്റെ തലമുതിർന്ന നേതാക്കളിൽ ഒരാളായ ഡോക്ടർ MK മുനീറാണ് 2021 കൊടുവള്ളി നേടിയത്. 24-ൽ MK രാഘവനും അതേ പാതയിലൂടെ തന്നെ ഇവിടെ സഞ്ചരിച്ചു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും UDF-ന് അനുകൂലമായ വിധിയാണ് ഇവിടെ ഉണ്ടായത്. ഒരു മുസ്ലിം ലീഗ് കോട്ട എന്ന നിലയിൽ കൊടുവള്ളിയും UDF-നൊപ്പം തന്നെയാണ് നിൽക്കാൻ സാധ്യത. മലയോര മണ്ഡലമായ തിരുവമ്പാടിയിലേക്ക് വന്നാൽ 2021 വിജയം കണ്ടത് CPM-ലെ ലിൻഡോ ജോസഫാണ്. ഏറെക്കാലമായി UDF-നെ പ്രതിനിധീകരിച്ച് ഇവിടെ മത്സരിക്കുന്നത് മുസ്ലിം ലീഗാണ്. ഇതിനൊരു വ്യത്യാസം ഉണ്ടാകുവാൻ ഇത്തവണ സാധ്യത ഏറെയാണ്. മുസ്ലിം ലീഗ് ഈ സീറ്റ് കോൺഗ്രസിന് വച്ചുമാറാനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. അങ്ങനെയെങ്കിൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ക്രിസ്ത്യൻ സമൂഹത്തിലുള്ള ഒരു സ്ഥാനാർത്ഥിയാകും ഇവിടെ മത്സരത്തിനിറങ്ങുക. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പിന്നീട് നടന്ന ഉപതെരഞ്ഞെടുപ്പിലും UDF സ്ഥാനാർത്ഥിയായ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയുമാണ് നിസ്വാർത്ഥമായി തിരുവമ്പാടിക്കാർ അനുകൂലിച്ചത്. ഇതേ തരത്തിലുള്ള ഒരു ട്രെൻഡാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും നമ്മൾ കണ്ടത്. 24,197 വോട്ടുകൾക്ക് ഇവിടെ UDF മുന്നിലെത്തി. അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലുള്ള ഒരു ചിത്രമായിരിക്കും തിരുവമ്പാടിയിലും തെളിഞ്ഞു വരിക. കേരളത്തിലെ ഏറ്റവും അധികം സീറ്റുകളുള്ള മലപ്പുറം ജില്ലയിലെ കണക്ക് വിവരങ്ങളും സാധ്യതകളുമായി നമുക്ക് തിങ്കളാഴ്ച കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.